ഉം. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമൻ നാഫിയൻ വഅമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിഅ. അമ്മാ ബഅദ്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റത വഅസീല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലസീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലസീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലോവഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ വിഷയം എന്താണ് നിങ്ങൾക്കെല്ലാം അറിയാം അല്ലെ? ബർക്കത്ത് അല്ലെ? ബർക്കത്ത് എന്ന് വെച്ചാല് വളരെ കുറച്ചാണെങ്കിൽ പോലും ബർക്കത്ത് എന്ന് വെച്ചാൽ എന്താണ് അല്ലെ? വളരെ കുറച്ച് നന്മ ലഭിച്ചാലും അത് വളരെ ധാരാളമായി എല്ലാ കാര്യങ്ങൾക്കും മതിയായി ബാക്കിയാകുന്ന അവസ്ഥയാണ് ബർക്കത്ത് എന്ന് പറയാ അല്ലെ? നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാം. ചിലപ്പം ഒരു സാധാരണക്കാരൻ ഒരു 500 രൂപക്ക് ഡെയിലി പണിയെടുക്കുന്ന ഒരു കൂലിപ്പണിക്കാരൻ അല്ലെ, അവന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകും. വീട്ടിലെ ചെലവുകളും സ്കൂളിലെ പഠനവും ഫോണും ബില്ലും മെഡിക്കൽ ചെക്കപ്പ് എല്ലാം അതിൽ ഒതുക്കി കൊണ്ടുവരും. എന്നാൽ നല്ല സൗണ്ട് ആയിട്ടുള്ള ഒരു ഗൾഫുകാരൻ അല്ലെ, അയാള് ലക്ഷക്കണക്കിന് രൂപ വീട്ടിലേക്ക് അയക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കായി. എന്നാൽ ബാങ്ക് ലോണും അവിടെ ലോണ് ഇവിടെ ലോണ്, കാറ് ലോണ്, വീട് ലോണ്, കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളില് അവർക്ക് എവിടെയും കിട്ടിയിട്ടും തികയുന്നില്ല എന്നുള്ള അവസ്ഥ. ഇതിനാണല്ലേ നമ്മൾ ബർക്കത്ത് എന്ന് ഉദ്ദേശിക്കുന്ന, ഞാമത്ത് ബർക്കത്ത് അല്ലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു ബർക്കത്ത് നമുക്ക് എവിടെ നിന്നാ ലഭിക്കാൻ നോക്കാം അല്ലെ? അതായത് എല്ലാറ്റിനും സഫീഷ്യന്റ് ആയിട്ട്, അതായത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ബർക്കത്ത്, അതാണ് നമുക്ക് ആവശ്യം അല്ലെ? എല്ലാം നമുക്ക് കിട്ടുന്നത് കൊണ്ടൊക്കെ തികയണം. അത് ഒരുപാട് ദുആകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് ദുആകൾ അതിനൊക്കെ സാക്ഷിയാണ് അല്ലെ? ഒരു നന്മ, മറ്റൊരു വിഭാഗത്തിൽ കാണാം, ഒരു നന്മ അല്ലെങ്കിൽ ഹൈർ എന്നേക്കുമായി ലഭിക്കുന്നതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. വഹുവ മിന്നി അസ്സ വജൽ. അത് എന്നിൽ നിന്നാണ് അല്ലെ? അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വഹുവ മിന്നി, അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ബർക്കത്ത് അല്ലെ? അത് അള്ളാഹുവിന് പ്രിയപ്പെട്ട പ്രവാചകന്മാർക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ഒരു മൊഹീദ്ദീൻ ശൈഖിനോ ആർക്കും തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടില്ല. എന്നാൽ പലതിലും, ലോകത്തിൽ സൃഷ്ടിച്ച പലതിലും അള്ളാഹു ആ ബർക്കത്ത് ഡയറക്റ്റ്ലി കൊടുത്തിട്ടുണ്ട് അല്ലെ? അതെന്താണെന്ന് കൂടെ നമുക്ക് പരിശോധിക്കാം. അപ്പൊ ബർക്കത്ത് ഇവിടെ അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, വേറെ എവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹു കനിഞ്ഞ് അനുഗ്രഹിച്ച അനുഗ്രഹത്തിന്റെ കൂട്ടത്തിൽ പല വ്യക്തികളെയും അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അത്തരക്കാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ മഹനീയ സദസ്സിന്റെ കാരുണ്യം കൊണ്ട്, പ്രകാശം കൊണ്ട്, ഹിദായത്ത് കൊണ്ട് നമുക്കെല്ലാം, നമുക്ക് നൽകുന്നതിൽ കിട്ടുന്നതിൽ എല്ലാറ്റിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചൊരിയട്ടെ. അതിലേറെ ഇൽമിന്റെ കാര്യത്തിൽ അൽഹംദുലില്ലാഹ് എന്തെല്ലാം കാര്യത്തിലാന്ന് നോക്കാം. വഫി വഖ്തി വഫി അമലി വഫി വലദി മാലി വതിജാറതി വഫി റിസ്ഖി തബാറകല്ലാഹു ലെ ലാ തിജാറത്തല്ല അല്ലെ? അതായത് ഇങ്ങനെ ഒരുപാട് കാര്യത്തിൽ അള്ളാഹു ബർക്കത്ത് ചൊരിയുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ മൊത്തത്തിൽ ചേർത്തിട്ടാണ് നമ്മൾ റിസ്ഖ് എന്ന് പറയുന്നത് അല്ലെ? എല്ലാ അനുഗ്രഹങ്ങളെയും കൂട്ടിയിട്ട് റിസ്ഖ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി, ഇത് മൊഹീദ്ദീൻ ശൈഖിന്റെ നേർച്ച കഴിച്ചത് കൊണ്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചത് കൊണ്ടോ ഒരുപാട് നബിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയത് കൊണ്ടോ ഒന്നുമല്ല. ഇത് അള്ളാഹുവിൽ നിന്ന് ഡയറക്ട്ലി കിട്ടണം അല്ലെ? അത് ചിലപ്പോൾ നമുക്ക് അത് ലഭിച്ചേക്കാം അല്ലെ? ഒരുപാട് അള്ളാഹു അനുഗ്രഹിച്ച ഒട്ടനവധി സാധനങ്ങളുടെ പേരുകൾ നമ്മൾ ഈ ലിസ്റ്റിൽ ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് കേൾക്കാം. അതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിഞ്ഞ കാര്യങ്ങളാണ്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅല ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അന്ന് നമ്മൾ എല്ലാ അത്തഹിയാത്തിലും ദുആ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇബ്രാഹിം നബിയെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. അവരുടെ കുടുംബത്തിലും അവരിലും ബർക്കത്ത് ചൊരിയണമേ എന്ന് അള്ളാഹു നമ്മോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു അല്ലെ? മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവും മലായിക്കത്തുകളും പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ? യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പറയുന്നുണ്ട് അല്ലെ? ഞാനും മലക്കുകളും ചൊല്ലുന്നുണ്ട്, നിങ്ങളും ചൊല്ലുക എന്ന് അല്ലെ? പിന്നെ ബർക്കത്ത് എവിടെ നിന്നാണെന്ന് നോക്കാം അല്ലെ? ചില സ്ഥലങ്ങളിൽ, ചില ഭക്ഷണത്തിൽ, ചില വ്യക്തികളിൽ, ചില ദുആകളിൽ, ചില ദിക്റുകളിൽ, ചില കാര്യങ്ങളിൽ, ചില സമയത്തിൽ, അങ്ങനെ ബർക്കത്ത് ഇതിലും ഒരുപാട് കണ്ടേക്കാം. ഞാൻ റെഫറൻസ് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇത്രയും 5-8 കാര്യങ്ങളിൽ അള്ളാഹു ബർക്കത്ത് വർഷിക്കുന്നതായിട്ട് അല്ലെ? മക്ക, മദീന, മസ്ജിദുൽ അഖ്സ എന്നീ സ്ഥലങ്ങളിൽ അല്ലെ ബാറക്ന ഹൗലഹു എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ? സെയിം തന്നെ മദീനയെ കുറിച്ചിട്ടും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത് 3 പരിശുദ്ധ ഹറമുകളിലും അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു അല്ലെ? ഇത് മസ്ജിദുൽ അഖ്സയാണ്. അപ്പൊ മക്ക പരിശുദ്ധ മക്കയിലും കഅബയിലും പരിശുദ്ധ മദീനയിലും പിന്നെ മസ്ജിദുൽ അഖ്സയിലും, അതായത് ഫലസ്തീനിൽ ഇപ്പൊ പ്രശ്നം നടക്കുന്ന സ്ഥലമാണല്ലോ എന്നല്ലേ മസ്ജിദുൽ അഖ്സ. ഈ 3 ഹറമുകളിലും അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഒരുപാട് എക്സ്പാൻഡ് ചെയ്ത് പറയേണ്ട വിഷയമാണ്. തൽക്കാലം ചെറുതായിട്ട് പറയാം. അതായത് സുബ്ഹിക്ക് ശേഷമുള്ള സമയത്തിന്റെ ബർക്കത്ത് പറഞ്ഞപ്പോ സുബ്ഹിക്ക് ശേഷമുള്ള സമയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അല്ലെ? സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തന്റെ സമുദായത്തിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നോക്കൂ. അള്ളാഹുവേ, എന്റെ ഉമ്മത്തിന് നീ പ്രഭാതത്തിൽ ബർക്കത്ത് ചൊരിയണമേ. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, ഇത് അറിയപ്പെട്ട ഒരു കാര്യമാകുന്നു. തീർച്ചയായും മനുഷ്യന്റെ പകലിന്റെ ആദ്യത്തിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അവന് ആ പ്രവൃത്തി മതിയാകുന്നതാണ് അല്ലെ? അപ്പൊ ആ പ്രവൃത്തിയിൽ അവന് ബർക്കത്ത് കണ്ടെത്താനാകും. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മളിൽ ഏറ്റവും അധികം പകലിന്റെ ആദ്യത്തിൽ ഉറങ്ങുകയും ലുഹാ സമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യുന്നവരുമാണ്. അത് കാരണത്താൽ ബർക്കത്തുള്ള പകലിനെ ആദ്യ സമയം അവർക്ക് നഷ്ടമാകുകയും ചെയ്യുന്നു. ഷർഹു റിയാദ് സ്വാലിഹീൻ 4/582. അതായത് ഈ സുബ്ഹി സമയത്തിന്റെ ഇഷ്റാഖ് സമയത്തിന്റെ ബർക്കത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു വേറെ തന്നെ ഒരു ക്ലാസ്സിൽ പറയണം. ആ സമയത്ത് ഉറങ്ങാമോ? ഉറങ്ങൽ കറാഹത്താണോ? ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അന്നേരം ഉറങ്ങിയിരുന്നോ? അങ്ങനത്തെ വിഷയങ്ങളെ കുറിച്ചിട്ട് നമുക്കൊരു വിശദമായ ക്ലാസ് വെക്കാം. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, സുബ്ഹിക്ക് ശേഷമുള്ള ഇഷ്റാഖ് വരെയുള്ള സമയങ്ങളിൽ അള്ളാഹുവിന് ബർക്കത്ത് ചൊരിയുന്ന സമയമാണ്. ആ സമയം നമ്മൾ ഒരു കാരണവശാലും കിടന്നുറങ്ങരുത്. ഇനി സുബഹി നമസ്കാരത്തെ കുറിച്ചും സുബഹിന്റെ സുന്നത്തിനെ കുറിച്ചൊക്കെ നമുക്ക് അതിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. സക്കാത്തിലും സദഖയിലും ബർക്കത്തുണ്ട് അല്ലെ? ഭാഷാപരമായി റിബ, അതായത് വളർച്ച, പലിശ എന്ന് പറഞ്ഞ വളർച്ച, വർധനവ് എന്നൊക്കെ പറയുന്നു എങ്കിലും ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശയ്ക്ക് കൊടുക്കുന്ന പക്ഷം അള്ളാഹുവിങ്കൽ അത് വളരുകയില്ല. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കി നിങ്ങൾ വല്ലതും സക്കാത്തായി കൊടുക്കുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നവർ അത്ര ഇരട്ടി സമ്പാദിക്കുന്നവർ അല്ലെ? നമ്മൾ ഇതിന് സമ്പത്തിൽ വർധനവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പലിശക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുത്ത് വളരുകയും മാത്രമല്ല, അത് ഭയങ്കര ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്യും. അതേസമയം സക്കാത്തായിട്ടും സദഖയായിട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ദാനമായി നൽകി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ബർക്കത്ത് ദർശിക്കാവുന്നതാണ്. സദഖ ചരിത്രം വായിക്കുകയാണ്. അതായത് ഫാത്തിമ റളിയല്ലാഹു അൻഹ വിശപ്പ് കൊണ്ട് കുടുംബം ഒരിക്കൽ പൊറുതി മുട്ടി, ഒന്നും കഴിക്കാനില്ല. മേ ബി നിങ്ങൾ കേട്ട കഥയായിരിക്കാം അല്ലെ? എന്നാലും ബർക്കത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാലോ, സന്ദർഭവശാലുള്ള ഒരു സ്റ്റോറിയാണിത്. വിശന്ന് പൊരിഞ്ഞ കുട്ടികൾ കരയുന്നത് കണ്ട് മഹദിക്ക് കരള് പൊട്ടി അല്ലെ? നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓമന പുത്രി ഫാത്തിമയുടെ മക്കളൊരു ഗതികേടാണ് നോക്കണം അല്ലെ? ഒരവസ്ഥ അല്ലെ?
ഒരു പുത്തൻ തുണിയുണ്ട്, കിട്ടിയത് അത് വിൽക്കാമെന്ന് അവർ വിചാരിച്ചു. അങ്ങനെ വസ്ത്രമെടുത്ത് അലി റളിയല്ലാഹുവിന് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇത് പോയി വിറ്റിട്ട് എന്തെങ്കിലും കിട്ടി കുട്ടിയൊക്കെ തിന്നാൻ വല്ലതും വാങ്ങിക്കൊണ്ടുവരൂലേ. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആയിരിക്കും മക്കളില്ലേ. അങ്ങനെ 6 വെള്ളി നാണയം കിട്ടി. അലി റളിയല്ലാഹു അത് വിറ്റ് കിട്ടിയപ്പോ 6 വെള്ളി നാണയം കിട്ടി. തങ്ങൾ ഭക്ഷണം വാങ്ങാൻ പോകുന്ന വഴിക്ക് ഒരു പാവപ്പെട്ട സഹോദരൻ ചോദിച്ചു, അലി, താങ്കളുടെ കയ്യിൽ വല്ലതുമുണ്ടോ? വീട്ടിൽ മുഴുക്കെ പട്ടിണിയാണ്, കുഞ്ഞുങ്ങളുടെ കരച്ചിലാണെങ്കിൽ സഹിക്കാൻ വയ്യാതെ ഇറങ്ങിയതാണ് ഞാൻ. എന്റെ കയ്യിൽ 6 വെള്ളിക്കാശുണ്ട്, സ്വന്തമായി അത് തനിക്ക് അള്ളാഹു തന്ന് തങ്ങളെ സഹായിക്കും, അത് എനിക്ക് തരൂ. അപ്പൊ ആ പാവപ്പെട്ട ഭിക്ഷക്കാരൻ പറഞ്ഞു, കളവ് പറയാൻ പറ്റൂലാലോ, അങ്ങനത്തെ അവസ്ഥയിലും നിവൃത്തിയില്ലാലോ, സത്യം പറഞ്ഞു അല്ലെ. അപ്പൊ അള്ളാഹു നിങ്ങളെ തന്ന് സഹായിക്കും എന്ന് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ചു. ആ വാക്കുകൾ കേട്ടപ്പോൾ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതും വാങ്ങി പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നടന്നു പോകുന്ന അലി നോക്കി നിന്നു. അലി ഇങ്ങനെ അയാളാ കിട്ടിയ സന്തോഷത്തിൽ പോണത് നോക്കി തിരിച്ചു തരിച്ചു നിൽക്കുക. എന്താ ഇപ്പൊ വീട്ടിൽ പോയിട്ട് പറയാന്ന് വിചാരിച്ചില്ലേ. നിങ്ങളാണെങ്കിലൊക്കെ അവസ്ഥ അത് തന്നെയാണ് അല്ലെ. വഴിയിൽ എതിർ ദിശയിൽ നിന്നും ഒരാൾ കയ്യിൽ ഒട്ടകത്തിന്റെ കടിഞ്ഞാനും പിടിച്ചുകൊണ്ട് വരുന്നു. മുന്തിയ ധനുസ്സൊട്ടകമാണ് അല്ലെ. എന്ത് ചന്തം എന്ന് മഹാനവർകൾ ചിന്തിച്ചു. മുന്തിയ ജനുസ്സൊട്ടകമാണ്, എന്ത് ചന്തം എന്ന് മഹാൻ ചിന്തിച്ചു. വന്നയാൾ പരിചയഭാവത്തിൽ ചോദിച്ചു, അബുൽ ഹസൻ, താങ്കൾ ഈ ഒട്ടകത്തെ വാങ്ങുമോ? അബൂ ഹസൻ എന്ന് പറഞ്ഞാൽ ഹസന്റെ പിതാവ്, താങ്കൾ ഇത് വാങ്ങുന്നോ? എന്റെ കയ്യിൽ പണമില്ല. അത് സാരമില്ല, പിന്നീട് തന്നാൽ മതി. ശരി, എന്താണ് വില? 100 ദിർഹം. അതിലും അപ്പുറം വിലയുണ്ട് ഇതിനാകട്ടെ, ഞാൻ വാങ്ങാം. അങ്ങനെ ഇടപാട് നടന്നു. ഒട്ടകവുമായി അലി റളിയല്ലാഹു നടക്കുകയാണ്. ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യനെ വഴിയിൽ കണ്ടു. അയാൾ പറഞ്ഞു, എന്തൊരു ചന്തമുള്ള ഒട്ടകം, എന്താണ് ഇതിന് വില എന്ന്. അപ്പൊ അലി പറഞ്ഞു, ഞാൻ 100 ദിർഹമിന് വാങ്ങിച്ചതാ. അതിന് സത്യസന്ധമായിട്ട് മറുപടി വരാം. നമ്മൾ പറയും, അത് പറയില്ല അല്ലെ. അന്നേരം പറഞ്ഞു, ഞാൻ 160 രൂപ തരാം, എനിക്ക് തരുമോ? ഒറ്റയടിക്ക് 60 രൂപ ലാഭം. പണം വാങ്ങി വേഗം എനിക്ക് ഇറ്റയാളെ കണ്ടുപിടിച്ച് കടവും വെട്ടി ലാഭമായി 60 ദിർഹവുമായി വീട്ടിലേക്ക് ചെന്നു. പുഞ്ചിരിയോടെ ഫാത്തിമ റളിയല്ലാഹുവിന്റെ കരങ്ങളിലേക്ക് ആ നാണയങ്ങൾ ചൊരിഞ്ഞു. ഇത്രയും എവിടുന്ന് കിട്ടി? പേടിയും വിസ്മയവും ആ കണ്ണുകളിൽ നിറഞ്ഞിരുന്നു. ഞാൻ ആ വസ്ത്രം 6 ദിർഹമിനാണ് വിറ്റത്. ആ പാവപ്പെട്ടവന് സ്വതക്ക കൊടുത്തു. അതിന്റെ ഫലമായി കിട്ടിയതാണ് എനിക്ക് 60 ദിർഹം, എത്രയോ ഇരട്ടി അള്ളാഹുവിന്റെ ഔദാര്യം. കഥ അലി റളിയല്ലാഹു ഫാത്തിമ റളിയല്ലാഹുവിന് വിവരിച്ചു കൊടുത്തു. പിന്നീടാണ് മനസ്സിലായത്, ഒട്ടകവുമായി വന്ന ആൾ ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നുവെന്നും അത് സ്വർഗത്തിലെ ഒരു മൃഗമായിരുന്നുവെന്നും 160 ഒട്ടകം വാങ്ങിയ ആൾ മീകായിൽ അലൈഹിസ്സലാം ആയിരുന്നു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ഓരോ മനുഷ്യന്റെയും അവസ്ഥ അല്ലേ. നമുക്കറിയാം, പണ്ട് പിന്നെ അള്ളാഹുവിനെ ധിക്കരിച്ച് അഹങ്കരിച്ച മറ്റേ ഫിറഔന്റെ കൂടെയുള്ള ഹാമാൻ അല്ലെ, വലിയ കൊട്ടാരങ്ങൾ പണിത് ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ടാന്ന് പറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടാകെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ടു അല്ലെ. അപ്പൊ അതുപോലെ ഇങ്ങനൊക്കെ ഓരോ അവസ്ഥകളിലും അള്ളാഹു ഇങ്ങനെ ഓരോ വ്യക്തിയെയും വാച്ച് ചെയ്യുന്നതെന്ന് പറയുന്ന അത്ഭുതമായി തോന്നുന്നല്ലേ. ഐഷാ റളിയല്ലാഹുവിന് വിശന്നതും ആ തുണി എടുത്ത് കൊടുക്കുന്നതും ആ പാവപ്പെട്ട മനുഷ്യന് അത് കൊടുക്കുന്നതൊക്കെ വാച്ച് ചെയ്തും കൊണ്ട് അല്ലെ. ദൃശ്യലോകത്ത് നിന്ന് അള്ളാഹു ഇതുപോലത്തെ പല മിറാക്കിളും നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്, ദാനധർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ. എന്നാലും നമുക്കൊക്കെ നമ്മൾക്ക് കിട്ടിയ പൈസ മുഴുവനും നമ്മളൊപ്പൻ്റെത്, നമ്മളെ ഭർത്താവിന്റെ അല്ലെ, മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ പറയുമ്പോഴും നമ്മളെ വിചാരം മുഴുവൻ അതാണ്. അങ്ങനെ ഞാൻ ചെയ്ത ദാനത്തിന്റെ പ്രതിഫലം ഉടൻ തന്നെ അള്ളാഹു എനിക്ക് ഇരട്ടിയായി നൽകുകയായിരുന്നു. എല്ലാ ദാനവും സൽക്കർമ്മവും നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ പിന്നെ നല്ല സദസ്സിൽ മജ്ലിസിൽ വബാരിക് ഫീഹ അഅ്തൈതനി, പിന്നെ അതായത് നമുക്ക് ഓരോ സദസ്സുകളിൽ ചെന്നാലില്ലേ അവിടെ നല്ല പ്രാർത്ഥന ഉണ്ട് അല്ലെ. അത് നമുക്ക് നൽകിയതിൽ നിന്ന് അള്ളാഹുവേ നീ ധാരാളമായിട്ട് ബർക്കത്ത് ചൊരിയണം. ബഹ്ലുഫു അല ആയിബത്തി ഫി ഹൈരി, നാം കാണാത്ത നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും മറഞ്ഞു പോയതുണ്ടാവും അല്ലെ. നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളും, നമുക്ക് സ്വത്തുക്കളും സമ്പാദ്യങ്ങളും ആഭരണങ്ങളും പണവും ഒക്കെ ഒരിക്കൽ കിട്ടിയത്
പിന്നെ വല്ല ആവശ്യത്തിനും നമ്മളെ മക്കൾക്ക് കൊടുക്കുക, വേറെ ആർക്കെയും കൊടുത്ത്, അപ്പൊ അതിലൊക്കെ ബർക്കത്ത് ചൊരിയണമേന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഉദാഹരണമായിട്ട് പറയാം, അപ്പൊ നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു, അപ്പൊ നമ്മൾ അത് വിറ്റാണ് മകളെ കല്യാണം കഴിക്കുന്നതും വീടെടുക്കുന്നതും അങ്ങനെ പല പല. അപ്പൊ നല്ലൊരു ഫലഭൂഷ്ടമായ സ്ഥലമായൊന്നും അവിടെ മാങ്ങണ്ട്, ചക്കണ്ട്, പലതും ഉണ്ട് അല്ലെ. പക്ഷെ അത് കല്യാണം കഴിച്ചു, മകളെ ഭർത്താവ് അങ്ങനെ വർഷങ്ങൾ കഴിയുന്നു, അയാൾ ഇതിനേക്കാൾ വലുതുമാകുന്നു, നമ്മുടെ മകളും അതേ അവസ്ഥയിലേക്ക് എത്തുന്നു അല്ലെ. അപ്പൊ നമുക്ക് അതാണ് അത് നമ്മുടെ ആയിബത്തി ഫി ഹൈരി എന്ന് പറയുന്നത്, നമ്മുടെ മറഞ്ഞിരിക്കുന്നതിലും നമ്മളിൽ നഷ്ടപ്പെട്ടാലും അതിലും ബർക്കത്ത് ചൊരിയണമേ എന്ന് അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ അത് പോയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ആല്ലോ അത് പോയി ഇനിയിപ്പോ എന്താ ചെയ്യല്ലേ, അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമുക്ക് തന്നതിലും ബർക്കത്ത് ചൊരിയാൻ പറ്റും, നമ്മിൽ നിന്ന് തിരിച്ചെടുത്തതിലും ബർക്കത്ത് ചൊരിയാൻ പറ്റും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ് അല്ലെ. അതായത് നമുക്കറിയാം, പിന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരു ദിവസം കുളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇന്നത്തെ പോലത്തെ അടച്ചിട്ട് ക്ലോസ്ഡ് ബാത്റൂമും ഇൻഡോർ പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും അല്ലല്ലോ അല്ലെ. അങ്ങനെ കുളിച്ചു കൊണ്ടിരിക്കുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പിന്നെ കുളിക്കുന്നിടത്തേക്ക് ഒരുപാട് പിന്നെ എന്താണ് വെട്ടുകിളിയുടെ കാലുകൾ വീഴുകയാണ് അല്ലെ, സ്വർണ്ണക്കാലുകൾ അല്ലെ. അപ്പം പിന്നെ അതെല്ലാം അയ്യൂബ് നബി ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്നതിലായ ഉടുത്ത തുണിയിൽ ഇതെല്ലാം ഇങ്ങനെ പെറുക്കുക. അപ്പൊ ഞാനത് അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുക, യാ അയ്യൂബ് അലം അക്കുൻ അവനയിത്തൊക്കെ അമ്മാ തറ, നിനക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നില്ലേ, എന്നിട്ടും നീ ഇത് വാരി കൂട്ടുകയാണോന്ന് അല്ലേ. അതായത് അത് അനുഗ്രഹങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്, നുബുവത്ത് കൊടുത്തു, പ്രവാചകനായി, കുറെ മക്കളെ കൊടുത്തു, കുറെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇല്ലേ. അപ്പൊ പിന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാം പറയാ, മല അതേ റബ്ബേ, യാ റബ്ബി എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, വലാക്കിൻ യനാലിൽ ബറക്കത്തിന്, എന്നാലും അള്ളാഹുവിൽ നിന്നുള്ള ഒരു ബറക്കത്ത് ഉപേക്ഷിക്കാൻ മാത്രം ഞാന് അത്ര വളർന്നിട്ടില്ല എന്നല്ലേ. അപ്പൊ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര ബറക്കത്ത് തന്നാലും അത് കൈനീട്ടി വാങ്ങുകയും വാങ്ങിയിട്ട് നമുക്ക് കിട്ടിയതിൽ പാതിയിലെ ആർക്കെങ്കിലൊക്കെ കൊടുക്കുകയും ചെയ്യാം അല്ലെ. അപ്പൊ ബർക്കത്തിനൊരു അതിര് വെക്കേണ്ട ആവശ്യമില്ലാന്ന്. അപ്പൊ അതൊരു നല്ലൊരു കഥയായിട്ട് നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശത്തുനിന്ന് പിന്നെ വെട്ടുകിളിയുടെ കാല് വീഴ്ത്തിയതും അയ്യൂബ് നബി അലൈഹിസ്സലാം അതൊരു തുണി കാട്ടിയിട്ട് എടുത്തതും അല്ലെ, ഭയങ്കര ഒരു മിറാക്കിളായിട്ട് തോന്നുന്നുണ്ട് അല്ലെ. ഒരു മിനിറ്റ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായിട്ട് ബർക്കത്തിന് വേണ്ടിയുള്ള ദുആകൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അല്ലെ. അള്ളാഹുമ്മ അതിലുള്ള ഒരു ദുആണ്, അല്ലാഹുമ്മ ഖനിഅനി ബിമാ റസഖ്തനി വബാരിക് ലി ഫീ വഖ്ലിഫ് ലി അലയ്യ കുല്ലു ആയിബത്തിൻ ലി ഖൈരി അല്ലെ. നമ്മളെല്ലാം പ്രാർത്ഥിക്കുക ഈ ഒരു സമയത്ത്. നമ്മൾ ഒറ്റക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് ഇരട്ടി പ്രതിഫലമുള്ള ഒരു സമയമാണ് ഇത് അല്ലെ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പിന്നെ ബർക്കത്ത് ചൊരിയുന്ന ഒരു സമയമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുആ എത്തപ്പെടുന്നതാണ്. അതായത് അല്ലാഹുമ്മ ഖനിഅനി എന്ന് പറയുമ്പോൾ, അള്ളാഹുവേ നീ എനിക്ക് നൽകിയതിൽ എനിക്ക് ബിമാ റസഖ്തനി, നീ നൽകിയതിൽ എനിക്ക് ആകർഷണീയത ഉണ്ടാക്കുകയും, വബാരിക് ലീ ഫീ അതിൽ നീ അനുഗ്രഹം ചൊരിയുകയും, വഖ്ലുഫ് അലയ്യ എനിക്ക് നഷ്ടപ്പെട്ട എല്ലാത്തിനേക്കാളും ആയിബത്തിൻ ഫീ ഹൈരി നഷ്ടപ്പെട്ട എല്ലാറ്റിനും പകരം നല്ല പ്രതിഫലം നൽകുകയും ചെയ്യണമേ എന്നാണ് ആ ദുആ അല്ലെ. നമ്മളിൽ പലർക്കും പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ വിചാരിച്ച് ഈ ഒരു ദുആ അല്ലെ, ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചൊരിയുന്നതാണ്. പിന്നെ മറ്റൊരു ദുആ, അല്ലാഹുമ്മ അക്സിർ മാലി വ വലദി വ ബാരിക് ലി ഫീമാ അഅ്തൈതനി വതിൽ ഹയാത്തി അലാ ത്വാഅതിക വ അഹ്സിൻ അമലി ഫഗ്ഫിർ ലി. അല്ലാഹുവേ നീ എനിക്ക് സമ്പത്ത് നൽകുകയും സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു തരികയും എനിക്ക് നീ തന്നതിൽ അനുഗ്രഹം ചൊരിയുകയും ചെയ്യണമേ. നീ എനിക്ക് നിന്നെ അനുസരിച്ചു കൊണ്ടില്ലേ, നിന്നെ അനുസരിച്ചു കൊണ്ടുള്ള ജീവിക്കാനുള്ള ജീവിതകാലം മുഴുവനും ഇതെല്ലാം വർദ്ധിപ്പിച്ചു തരികയും ചെയ്യണമേ. ജീവിതകാലം മുഴുവനും നീ എൻ്റെ കർമ്മങ്ങൾ നന്നാക്കി തരികയും എനിക്ക് പുറത്തു തരികയും ചെയ്യണമേ എന്നല്ലേ. അപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കഥ പോലെ നമുക്ക് എത്ര പണം ഉണ്ടായിട്ടും എത്ര സ്വത്ത് ഉണ്ടായിട്ടും നമുക്കറിയാം, ഒരു 5-8
മക്കളുള്ള ഉമ്മമാര് നോക്കാൻ ആളില്ലാണ്ട് പലപ്പോഴും നോയലെന്ന് ആരും വന്നു നോക്കുന്നില്ല, ആൺകുട്ടികൾ നോക്കുന്നില്ല. ചില ഗതിയില്ലാത്ത പെൺകുട്ടികളുടെ അടുത്തായിരിക്കും ഉമ്മ ഉണ്ടാവുക, ഉമ്മാനെയും കൊണ്ട് മോളെ ഇടങ്ങേറാവുക അല്ലെ. ഓലെ ഭാര്യ വിട്ട് പോയി ചോദിക്കുക അല്ലെ, ഒരു സ്വന്തമായിട്ട് വീടെടുത്ത്. ചിലതാണെങ്കിൽ ഒരൊറ്റ മകളായിരിക്കും, ഒറ്റ മകനായിരിക്കും, സുന്ദരമായിട്ട് നോക്കി മരിപ്പിക്കും അല്ലെ. അവിടെയാണ് നമ്മൾ ബർക്കത്ത് ദർശിക്കേണ്ടത് അല്ലെ. എത്ര 10 ഉണ്ടായിട്ടും കാര്യമില്ല. അങ്ങനെ തന്നെ ഇനി സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ, തിജാറത്തിന്റെ കച്ചവടത്തിന്റെ കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ ഒരു ബർക്കത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ധാരാളം മതി. അപ്പൊ ആ ഒരു ദുആകളൊക്കെ നമ്മൾ വിടാണ്ട് മനസ്സിൽ, അത് വെറുതെ നമ്മളിങ്ങനെ ഒഴുക്കമട്ടിൽ പ്രാർത്ഥിച്ചു പോവുകയല്ല വേണ്ടിയത്. നമ്മൾ അതിനുവേണ്ടി ദുആ ചെയ്യന്നെ വേണം, മനസ്സിരുത്തിയിട്ട് അല്ലെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബി പരാതിയുമായിട്ട് വന്നു. ഭക്ഷണം കഴിക്കുന്നുണ്ട്, ബട്ട് നോട്ട് ഫിൽ അവർ സ്റ്റൊമക്ക്. നമ്മളെ വയറ് നിറയുന്നില്ല, നമ്മൾ ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പൊ പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പം ഡെഫിഷ്യൻസി ഓഫ് ഫുഡ്, നിങ്ങൾ തിന്നുന്ന ഫുഡ് കുറഞ്ഞിട്ടാണോ? അന്നേരം അപ്പൊ അവര് പറഞ്ഞല്ല, ഭക്ഷണമൊക്കെ നമ്മളെല്ലാരും ഇന്ന് വയററിച്ച് കഴിക്കുന്ന. പക്ഷെ അപ്പൊ നിങ്ങൾ ഒന്നിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കൽ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ അല്ല, നമ്മൾ ഓരോരുത്തരാണ്. അപ്പം അതിന്റെ ബർക്കത്ത് എന്ന് പറയുന്നത് ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കലിലാണ് അല്ലെ. ഇന്നിപ്പോ അധിക വീടുകളിലും അങ്ങനെ തന്നെയാണ് അവസ്ഥ അല്ലെ. ഒറ്റക്ക് ഓരോരുത്തർ കൊണ്ടുപോയി കഴിക്കും. ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല, ഒരു ചിരിയില്ല, കളിയില്ല അല്ലെ. അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ അതായത് പിന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ വല്ല ഇതും താഴെ വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ചെറുതാക്കാൻ സ്ക്രീൻ, താഴെ വീണ് കഴിഞ്ഞാൽ അത് എടുക്കണം അല്ലെ. നമ്മൾ സാധാരണ കഴിയിൽ താഴെ എന്തേ വീണ് കഴിഞ്ഞാൽ അത് വേസ്റ്റിലേക്ക് ഇട്ടകലാ പതിവ്. പക്ഷെ അത് എടുത്തിട്ട് തിന്നാൻ പറ്റുന്നതാണെങ്കിൽ കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് തിന്നണം. അതാണ് നമ്മളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇതിൽ വേറെ ഒരു പാഠം കൂടെ എന്താന്ന് വെച്ചാൽ, അങ്ങനെ എടുത്ത് തിന്നിട്ടില്ലെങ്കിൽ അത് പിശാചായിരിക്കും തിന്നുക അല്ലെ. അത് നമുക്കറിയാം. അപ്പൊ നമ്മളോട് എന്തെങ്കിലും വീണ് പോയാൽ, ഈവൻ കുട്ടികളോടടക്കം വീണ് പോകുമ്പോൾ അത് പെറുക്കിയിട്ട് കഴുകി തിന്നാൻ അവരെ ശീലിപ്പിക്കണം. നമ്മളത് തിന്നിട്ടില്ലെങ്കിൽ അത് പിശാച് തിന്നും. ഭക്ഷണത്തിനെ സംബന്ധിച്ചാണ്. ഫിൽ ജമാഅത്തിൽ ബർക്കത്തുണ്ട് അല്ലെ. ഭക്ഷണം കഴിക്കുമ്പോൾ ജമാഅത്തായിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൽ ബർക്കത്തുമുണ്ട്. പിന്നെ ഭക്ഷണത്തിന് ശേഷം പിന്നെ ഒരു ദുആ ഉണ്ട്. അത് നിങ്ങൾക്കറിയാം. നമ്മളൊക്കെ അല്ലെ പല വീടുകളിലും പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലെ. കഴിക്കുമ്പോ ഭക്ഷണം കഴിച്ച വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ദുആ ഉണ്ട്. എന്തേനും ആ ദുആ എനിക്ക് മറന്നുപോയി. ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ആ ദുആ നമ്മൾ ആരെ ഭക്ഷണം കഴിച്ചാൽ, ഏത് വീട്ടിൽ പോയാലും അല്ലെ, അല്ലാഹു മഗ്ഫിർലി വർഹംനി എന്തേലും ആ ദുആ എനിക്ക് കിട്ടും. ഞാൻ മറന്നുപോയിട്ടുണ്ട്. ഞാൻ ഓർമ്മ ആയാൽ ഈ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ അയച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ പല വീടുകളിലും പോയി ഭക്ഷണം കഴിച്ച് അൽഹംദു മാത്രം പറഞ്ഞ് പോരാറാണ് പതിവ്. അവർക്ക് ബർക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ദുആ ചെയ്യാറില്ല. അപ്പൊ അതൊരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ 3 കാര്യം പറഞ്ഞു അല്ലെ. ഒന്ന്, പിന്നെ നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. പിന്നെ രണ്ടാമത്തത് താഴെ വീണ പെറുക്കി കഴിക്കണം. മൂന്നാമത്തത് പിന്നെ ഇതാണ്, പിന്നെ ആ ഭക്ഷണം ഫുള്ള് വടിച്ച് കഴിക്കണം. ഏത് ഭക്ഷണത്തിലാണ് ബർക്കത്തെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് വടിച്ച് തിന്നണമെന്ന് പറയുന്നത്. പിന്നെ ചില വ്യക്തികൾക്ക് ബർക്കത്ത് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലെ. സം പേഴ്സൺസ് ഹാവ് ബർക്കത്ത് അല്ലെ. അബൌട്ട് ഈസാ അലൈഹിസ്സലാം, ഈസാ നബിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കാല ഈസാ വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു അല്ലെ. ഈസാ അലൈഹി സ്വലാമിനെ കൊണ്ട് പറഞ്ഞത് എന്താ, എനിക്ക് എവിടെ ആയിരുന്നാലും എന്നിൽ ബർക്കത്ത് ചൊരിയണം അല്ലെ. അപ്പൊ ഈസാ അലൈഹി സ്വലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രത്യേക ബർക്കത്ത് കിട്ടി. ഈസാ അക്കൻ ബർക്കഹു അല്ലെ. അതായത് ഈസാ അലൈഹി സ്വലാമിന് ബർക്കത്ത് കിട്ടി എന്ന് പറഞ്ഞാല് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ബർക്കത്ത് കൊണ്ടാണോ രോഗം മാറിയത്? അതല്ല അല്ലെ. രോഗം മാറ്റിക്കൊടുത്തതും പല മുഅ്ജിസത്തുകളും കാണിച്ചിട്ടുണ്ട്. എല്ലാം അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ബർക്കത്ത് മാത്രമാണ്. അതല്ലാണ്ട് ഈസാ നബി അലൈഹി സ്വലാമിലുള്ള ബർക്കത്തല്ല. ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു നൽകിയ ബർക്കത്ത് മാത്രം അല്ലെ. ഇത്തഖുല്ലാഹ വമൻ യത്തഖില്ലാഹ യഖ്റജഹു മഖ്റജ അല്ലെ. അള്ളാഹു അവന് ഒരു മഹ്റജ കാണിച്ചു കൊടുക്കും. അത് ആരെങ്കിലും അള്ളാഹുവിൽ സൂക്ഷിക്കുന്ന പക്ഷം അള്ളാഹു അവനൊരു മഹ്റജ കാട്ടിക്കൊടുക്കും.
അതായത് ചില സമയത്തൊക്കെ നല്ല വ്യക്തികൾ എല്ലാവർക്കും ഉപകാരം ചെയ്യും, എല്ലാ കാര്യത്തിനും എവിടെയും പാഞ്ഞെത്തൊക്കെ ചെയ്യുന്ന വ്യക്തികളെ അല്ലാതെ ചില സമയത്ത് അവരെ ടൈറ്റായി പിടിക്കും, എന്തെങ്കിലും ഒരു പൈസന്റെ കാര്യത്തിലോ വേറെന്തെങ്കിലും കാര്യത്തിലോ. അപ്പൊ എന്താ ചെയ്യാന്ന് അവരിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ നാളെ 10 മണിക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു രജിസ്ട്രേഷനോ കുട്ടികളെ ഫീസോ അല്ലെ ഹോസ്പിറ്റൽ ബില്ലോ എന്തോ ആയിരിക്കാം. പക്ഷെ അഭിമാനം ഓർത്ത് അവർക്ക് ആരോടും ചോദിക്കാനും പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ കോള്, എത്ര വേണ്ടിയെന്ന് വെച്ചാൽ തരാം, ഇന്ന സ്ഥലത്ത് പോയി വാങ്ങിയാൽ മതിയല്ലേ, ബാങ്കിലുണ്ട്, ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ടില്ലേ. അപ്പൊ അതാണ് അള്ളാഹുവിന്റെ ബർക്കത്ത് എന്ന് പറയുന്നത്. അതുപോലെ ചിലർ ബിസിനസ് ഒക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്താക്കാം, ലോൺ എടുക്കാന്നുള്ള തീരുമാനം എടുക്കും. മറ്റു ചിലർ എന്ത് വന്നാലും വേണ്ടില്ല, ലോണ് ഞാൻ എടുക്കൂല, അല്ലാത്ത കോലത്തിൽ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബിസിനസ്സിൽ ലോണ് റിബ അല്ലേ, റിബ പറ്റൂലല്ലോ അല്ലെ. അപ്പം ബർക്കത്ത് കൊടുക്കുകയും അതിൽ നിന്ന് തന്നെ അതിന്റെ കടങ്ങളൊക്കെ വീട്ടി കിട്ടുവാനും സാധിക്കുകയും ചെയ്യും. നമ്മൾ നിയ്യത്ത് എന്താണോ അതുപോലെ ആയിരിക്കും സംഭവിക്കുക. പിന്നെ ഖുർആൻ ഓതുന്നത് അല്ലെ, ഖുർആൻ മുബാറകൻ കിതാബു തദബ്ബർ, അതായത് ഖുർആൻ ഓതുന്നത് വളരെ ബർക്കത്തുള്ള കാര്യമാണ്. ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് സമയത്തിലൊക്കെ ഒരുപാട് ബർക്കത്ത് ഉണ്ടാകുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇന്നത്തെ അല്ല, സ്വഹാബത്തിന്റെ കാലത്തൊക്കെ എത്ര 6 ദിവസം കൊണ്ട്, ഒരു ദിവസം കൊണ്ടൊക്കെ ഖുർആൻ മുഴുവൻ ഖത്തം ഓതിയവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും ഖുർആനിൽ നിന്ന് വെച്ചാൽ തലെടുക്കാൻ നേരമില്ലാന്ന് പറഞ്ഞ പോലെ അവർ ഓതിയിരുന്നു. പക്ഷെ ഇന്നൊക്കെ നമ്മളെ പഠിപ്പും പഠനങ്ങളൊക്കെ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആയി പോയിട്ടുണ്ട് അല്ലെ. കുറെ ഭൗതിക വിദ്യാഭ്യാസം, കുറെ ഹദീസിന്റെ പിന്നാലെ പോയി മറ്റേത് പഠിച്ച് മറിച്ചത് പഠിച്ച്. പക്ഷെ നമ്മളൊക്കെ ഖത്തം ഓതുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ പുവറാണെന്ന് വേണം പറയാൻ അല്ലെ. ഇതെല്ലാം ഒരുപാട് ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന സത്യവിശ്വാസികൾ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഖുർആൻ ഓതുന്നതിനേക്കാൾ ഏറെ തദബ്ബുർ ചെയ്യുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പിന്നെ ഇത്തിബാഉ സുന്ന അല്ലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ ഒരുപാട് ബർക്കത്ത് ലഭിക്കുന്ന പറയുന്നത്. അതായത് വീട്ടിൽ ബർക്കത്ത്, മക്കളില്, സമ്പത്തില്, സന്താനങ്ങളില്, ചെലവഴിക്കുന്ന കാര്യത്തില്, അദബില്, പിന്നെ വസ്ത്രത്തില് അല്ലെ, പാരായണത്തില്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് മതിയായ ബർക്കത്ത് ലഭിക്കും. കൊല്ലു ഹൈറു കൊല്ലുഹു അത്ബാ, എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദബുകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ഉള്ളത് അല്ലെ. വസ്ത്രം ധരിക്കുന്നതിലും സദക്ക കൊടുക്കുന്നതിലും എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നതിനും ഈച്ച് ആൻഡ് എവരി നമ്മുടെ കാര്യങ്ങളിൽ ഉള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലുകൾ ഇല്ലാത്ത ഒരു കാര്യമില്ല. കച്ചവടത്തിനെ കുറിച്ചോ വിദ്യാഭ്യാസത്തെ കുറിച്ചോ രോഗത്തിനെ കുറിച്ചും മരുന്നിനെ കുറിച്ചും ഭാര്യ ഭർത്താവ് ബന്ധപ്പെടുന്നതിനെ കുറിച്ചും ഡിവോഴ്സിനെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുപോയിട്ടില്ല അല്ലെ. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബർക്കത്തുകൾ ലഭിക്കും. പിന്നെ ബർക്കത്തിനെ കുറിച്ച് പറഞ്ഞത് 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ, അതായത് അനുഗ്രഹീതമായ രാവിലാണ് ഇറക്കി, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാണ്. അപ്പം ഖുർആൻ ഇറങ്ങിയ രാവുകൾക്കും അതിൻ്റെതായ ബർക്കത്തുകൾ ഉണ്ട് അല്ലെ, അതും മനസ്സിലാക്കണം. പിന്നെ വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറകം ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ ഹബ്ബൽ ഹസീദ്, മാനത്ത് നിന്നും അനുഗ്രഹീതമായ മഴ വർഷിച്ചു, അതുവഴി നാം വിവിധ ഇനം തോട്ടങ്ങളും കൊയ്തെടുക്കാൻ പറ്റുന്ന ധാന്യങ്ങളും മുളപ്പിച്ചു. അപ്പൊ എന്തിലുണ്ട്, മഴയിൽ ബർക്കത്തുണ്ട് അല്ലെ. നമുക്കറിയാം മഴ എങ്ങാനും ഒരു കൊല്ലം നിന്ന് പോയ ആ കൊല്ലം നമ്മുടെ അവസ്ഥ എന്താക്കി, ഭൂമിയിൽ ഒരു ഇറ്റ് വെള്ളം ഉണ്ടാവൂല, ചൂട് സഹിക്കാൻ പറ്റൂല, കുടിക്കാൻ കഴിയില്ല, കുളിക്കാൻ കഴിയില്ല, കൃഷി ഉണ്ടാവൂല അല്ലെ. മാതല്ല പഠിച്ചവന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ഇല്ലേ. മഴ അധികമായി പോയാലും പ്രശ്നം തന്നെ. പിന്നെ എന്തിലാ ബർക്കത്തുള്ളത്, തബാറകസ്മു റബ്ബിക ജലാലി വല്ലിക്റാം അല്ല സോറി തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വല്ലിക്റാം, അള്ളാഹുവിന്റെ അത്യുഷ്ടമായ നാമത്തിലും. പിന്നെ വഹാദാ ദിക്റും മുബാറക്കുൻ അൻസൽനാഹു അഫ അൻതും ലഹു മുൻകിറൂൻ അല്ലേ, അതായത് നാം ഇറക്കി തന്ന അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം എന്നിട്ടും നിങ്ങൾ അതിനെ തള്ളിക്കളയുകയാണോ എന്ന് ചോദിക്കുന്നു അല്ലെ. അങ്ങനെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബർക്കത്ത് ചൊരിഞ്ഞതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തന്നു. ഇപ്പൊ നമുക്ക് മനസ്സിലായി മക്കയില് മദീനയില്
പിന്നെ മസ്ജിദുൽ അഖ്സയില്, പ്രവാചകന്മാരില്, പിന്നെ സത്യം പറയുന്നവരില്, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതില് അല്ലെ. അപ്പൊ നമ്മൾ ഖുർആനും സുന്നത്തും ആയിട്ട് കാന ഖുലുഖുഹു അൽ ഖുർആന നടക്കണല്ലോ അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അതുപോലെ ജീവിക്കാനൊന്നും നമുക്ക് പറ്റില്ല, എന്നാലും അതുപോലെ ആവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം, ദുആ ചെയ്യാം അല്ലെ. എന്നെങ്കിലും ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് അതിനുള്ള എല്ലാവിധ പിന്നെ അനുഗ്രഹങ്ങളും മാറട്ടെ. പിന്നെ പറഞ്ഞിട്ടുള്ളത് 6ാമത്തെ കാര്യം സിദ്ഖ്, സത്യസന്ധത അല്ലെ. ലൈവ് ഹോണസ്റ്റി, അതൊരു ലിവിങ് എക്സാമ്പിൾ ആണ് അല്ലെ സിദ്ഖ്. അതായത് എല്ലാ അമലിലും സിദ്ഖ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ മക്കളോട് വർത്താനം സംസാരിക്കുന്നതിലും, അന്യന്മാരോട് പറയുന്നതിനും, വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും ഒക്കെ ഒരു ബർക്കത്ത് ദർശിക്കാമെന്നാണ് പറയുന്നത്. ഒരു സത്യം പറയുന്ന ഒരു സത്യവിശ്വാസി ഏത് രീതിയിൽ പോയാലും ഒരു പേഴ്സ് തുറന്നു കഴിഞ്ഞാൽ ആ പേഴ്സിൽ ഇഷ്ടം പോലെ അവരാവശ്യത്തിനൊക്കെ പൈസ, അലമാരി തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഡ്രസ്സ്, കിച്ചണിൽ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാക്കുക എന്നുള്ള കൺഫ്യൂഷൻ, അത്രയും ഇത്. അപ്പം ഒരു സത്യം പറയുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കും. ഇന്ന് ഇവിടുന്ന് തന്നെ, നാളെ അവിടുത്തെ കഥകൾ പറയാതിരിക്കുന്ന നല്ലത്. ഞാൻ ഒരു പ്രത്യേക യൂട്യൂബ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. പിന്നെ അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് അലാ നിഅമത്തിൽ ഖാസ്സ മിൻ അല്ലാഹി ഫീ കുല്ലി ഷൈഇൻ. അതായത് എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ ഒരു ബർക്കത്ത് ദർശിക്കുന്നത് കാണാം. സത്യം മാത്രം പറയുന്നവർക്കുള്ള ഒരു അനുഗ്രഹീതമായ ഗുണമാണ്. അവരെന്തെല്ലാം വിചാരിച്ച ആ കാര്യങ്ങൾക്കെല്ലാം അള്ളാഹു ഒരു പ്രത്യേക ബർക്കത്ത് ചൊരിയുന്നതാണ്. നമുക്ക് ഇതുവരെ അത് അറിയാത്ത കാര്യം അല്ലെ. സത്യം പറഞ്ഞാൽ എങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് വേറൊരു വലിയ അനുഗ്രഹം എന്താ വെച്ചാൽ, നാളെ അള്ളാഹുവിന്റെ സദസ്സിൽ അള്ളാഹുമായി കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുമായിട്ട് സംസാരിക്കാൻ അല്ലെ പറ്റും. അല്ലാത്തവരോട് അള്ളാഹു എന്താ പറയാ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അതായത് അവന്റെ വായ് മൂടിക്കെട്ട്, അവന്റെ കയ്യും കാലും ഒക്കെ സ്കിന്നും ഒക്കെ വർത്താനം പറയട്ടെ. അപ്പൊ സത്യം പറയുന്നവർക്ക് ഒരു വിഷയത്തിൽ ഒരു കളവും പറയാതിരിക്കുന്ന, അഥവാ പറ്റിയിട്ടില്ലെങ്കിൽ അത് വളച്ചൊടിച്ച് ശരി കളവുമല്ല എന്നാ സത്യവുമല്ല എന്ന രീതിയിലാക്കി പറയാം അല്ലെ. സത്യത്തിനോട് ടച്ച് ഉണ്ട്, പക്ഷെ എന്നാ കളവുമല്ല എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നല്ലൊരു സത്യസന്ധമായ കച്ചവടക്കാരൻ, ഐ ഷുഡ് ഗിവ് ഹിം ലോട്ട് ഓഫ് ബർക്കത്ത്, എനിക്ക് അവന് ധാരാളമായിട്ട് ഞാൻ ബർക്കത്ത് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ധാരാളമായിട്ട് ബർക്കത്ത് ചൊരിയുന്നാ പറയുന്നത് അല്ലെ. അത് ആണുങ്ങളെ കാര്യമാണ്. അപ്പൊ നമ്മൾ സത്യം പറയാൻ പറഞ്ഞാലും അവര് പറഞ്ഞു കൊള്ളണമെന്നില്ല അല്ലെ. പക്ഷെ നമുക്ക് എന്തൊക്കെ ചെയ്യാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യ പിന്നെ അനുസരിച്ച് ജീവിക്കാം, സത്യസന്ധമായിട്ട് പെരുമാറാം, അത് ഈ ബർക്കത്തിന് വേണ്ടിയിട്ടുള്ള ദുആ ചെയ്യാം, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഇൽമിന്റെ സദസ്സിലെല്ലാം അല്ലേ. പിന്നെ സൂറത്തുൽ അഹ്റാഫിൽ പറയുന്നുണ്ട്, അന്നാട്ടുകാർ വിശ്വസിക്കുകയും ഭക്തരാവുകയും ചെയ്തിരുന്നുവെങ്കിൽ നാം അവർക്ക് വിണ്ണിൽ നിന്നും മണ്ണിൽ നിന്നും അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറക്കുമായിരുന്നു, എന്നാൽ അവർ നിഷേധിച്ചു തള്ളുകയാണ് ഉണ്ടായിരുന്നത്. അതായത് അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് വിണ്ണിൽ നിന്നും മണ്ണിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ നൽകുമായിരുന്നു. അപ്പൊ അവര് ധിക്കരിച്ചത് കൊണ്ടാണ് എന്തുണ്ടായത്, വെച്ചതിന്റെ ഫലമായി അവര് കടുത്ത ശിക്ഷ പിടികൂടുകയും ചെയ്യും. വലാക്കിൻ കസബു, അവർ കളവാടുക്കുകയും ചെയ്യും. പിന്നെ ഒരു നല്ല ക്വാളിറ്റി ആയി പറയുന്നത് എന്താ വെച്ചാൽ, ബി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്, അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുക അല്ലെ. ആരാണ് ഈ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകുന്നത്? അത് നമ്മൾ തന്നെ അല്ലെ. അള്ളാഹുവിനോട് നന്ദിയുള്ളവൻ ഭൂമിയിലുള്ളവരോടും നന്ദിയുള്ളവനാ. ഒരു മൊട്ടുസൂചിന്റെ ഉപകാരം ചെയ്താൽ പോലും അവന്റെ കുറ്റങ്ങൾ തെരഞ്ഞു പിടിച്ച് പറയുകയല്ലാതെ അവന്റെ ചെയ്ത ഗുണങ്ങൾ ഓരോ വ്യക്തിയിലും അല്ലെ, ഈവൻ ഹസ്ബൻഡ് ആവട്ടെ, മക്കളാവട്ടെ അല്ലെ, ഒരു തലയണ എടുത്തുകൊണ്ട് അന്നാണ് ആ കുട്ടി അത് കൊണ്ടുപോയി, അല്ലെ ഒരു ഫോൺ എടുത്തുകൊണ്ട് അന്നാണ് കുട്ടി എടുത്ത് ജസാക്കുമുല്ലാഹ് ഖൈർ. അങ്ങനെ ഹസ്ബൻഡ് ആയാലും, ഹസ്ബൻഡ് എത്ര വീട്ട് സാധനം കൊണ്ടുവന്നാൽ ഹസ്ബൻഡിനോട് നമ്മളൊരു ജസാക്കുമുല്ലാഹ് പറയില്ല അല്ലെ. അത് മൂപ്പരെ ഉത്തരവാദിത്തല്ലേ, മൂപ്പരെ ബാധ്യത അല്ലേ എന്ന് വിചാരിക്കും അല്ലെ. അങ്ങനെ പറ്റൂല. ഭർത്താക്കന്മാരോട് പ്രത്യേകിച്ച് എന്ത് കൊണ്ടുപോയി തന്നാലും ജസാക്കുമുല്ലാഹ് ഖൈറ എന്ന് പറയണം. കാരണം അത് നമ്മൾ കൊടുക്കുന്ന ഈ നന്ദി ഉപകാരം വളരെ കുറച്ച് മാത്രമാണ്. അതങ്ങൾക്ക് അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. അള്ളാഹ് തന്ന നന്മ ഒരാൾക്കും തടയാൻ പറ്റൂല അല്ലേ.
പിന്നെ ഇപ്പൊ നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോയിരുന്ന് മലവും മൂത്രമൊക്കെ സുഗമമായി പോയി കഴിഞ്ഞാൽ റാഹത്തായി പോയി അപ്പോഴും നമുക്ക് വായുകൊണ്ട് ഒച്ചത്ത് പറഞ്ഞിട്ടില്ല അൽഹംദുലില്ലാന്ന് മനസ്സ് പറയാം അല്ലേ. അന്നേരം എന്തൊക്കെ അനുഗ്രഹങ്ങൾ ആ ടോയ്ലറ്റിൽ എത്തുമ്പോൾ നമ്മളെ അറ്റാച്ച്ഡ് ബാത്റൂം നമ്മളെ വീട്ടിന്റെ ബെഡ്റൂമിൽ തന്നെ ഉണ്ട്, 2 ടാപ്പ് ഉണ്ട്, ടാപ്പിൽ വെള്ളം ഉണ്ട് അല്ലേ, അത് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ ഒളു എടുത്ത് നിസ്കരിക്കാൻ ഒളുവിന്റെ ദുആയും ചെയ്തായ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരപ്പായിലെത്തി. അപ്പൊ അങ്ങനെ മനസ്സിൽ വിചാരിക്കുക അള്ളാഹുവേനി എന്നെ കൊണ്ട് ഒറ്റക്ക് തന്നെ നിസ്കരിപ്പിക്കാൻ ഒളുവെടുത്തു, ഞാൻ ഇവിടം വരെ എത്തി, നിസ്കരിക്കാൻ തയ്യാറായില്ലേ. നമുക്ക് ചുറ്റും എത്രയോ ആളുകൾ ബാങ്ക് കേട്ടിട്ടും കേൾക്കാണ്ടും നിസ്കരിക്കാണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അള്ളാഹുവിലുള്ള ഒരു ഭക്തിയും കാര്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകിയത് കൊണ്ടാണല്ലോ ഇപ്രകാരം പറ്റുന്നത് അല്ലെ. ലൈൻ ഷക്കർത്തും അസീദന്നക്കും എന്നറിയുന്നത് വെറുതെ അല്ല അല്ലെ. നിങ്ങൾ നന്ദി കാണിക്കുവിൻ, അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും അല്ലെ. അങ്ങനെ ഇത് നിങ്ങളുടെ ഖുർആന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ ആരെങ്കിലും നന്ദി കാണിച്ചാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. പിന്നെയും പറയുന്നത് തവക്കുലി അല്ലേ. അപ്പൊ മൊത്തത്തിലൊരു മാനുഷിക പരിഗണന വെച്ച് നോക്കിയാൽ മോമിനുകളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ബർക്കത്തിന് വേണ്ടിയിട്ട് അള്ളാഹു പറയുന്നത് അല്ലേ. തവക്കുലിനെ പറ്റി പറയുമ്പോൾ രാവിലെ വെറും വയറോടെ പോകുന്ന പക്ഷികൾ അല്ലേ, അവര് വയറ് നിറച്ച് ഉണ്ട്, അവർക്കും അവരെ വീട്ടിലെ കുട്ടികൾക്കും അല്ല ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അവർക്കും എല്ലാം കൂടെ വേണ്ടിയിട്ട് ഫുഡായിട്ട് അവർ മടങ്ങുന്ന വമനിയത്തവക്കലാലല്ലാഹു ഫഹുവ ഹസ്ബുഹു. അതിനാണ് ഖുർആൻ അല്ലെ ഈ ആയത്ത് സാക്ഷിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് എന്ത് വിഷമം വന്നാൽ ഇപ്പൊ ഈ അടുത്ത ദിവസം ഞാൻ ബോംബെ എയർപോർട്ടിൽ അങ്ങനെ ചെക്കിങ് കഴിഞ്ഞ് ബാഗേജ് ഇതിന് കാത്തിരിക്കുകയാണ് ഫ്ലൈറ്റ് വരാൻ വേണ്ടി. അപ്പൊ അവിടുത്തെ ഒരു ഓഫീസർ വന്ന് ഹസ്ബൻഡിനെ കൂട്ടിക്ക് പോയി, നിങ്ങളെ നമ്പർ നമ്പറല്ല, അതിലെന്തോ സംശയം ഉണ്ടോ, എന്തോ സാധനം ഉണ്ടോ എന്ന് ചോദിച്ച്. അപ്പൊ എന്നെ വിളിച്ചാണെങ്കിൽ പ്രശ്നമില്ല, ഞാൻ പോവും, ഞാൻ അത്യാവശ്യം ഭാഷ അറിയാലോ. ചെറുക്കനാ വിളിച്ച. അപ്പൊ എനിക്ക് പേടി ഇതാവുന്നത് എന്താണ്, എനിക്ക് കുറേ സമയമായിട്ടും കാണുന്നില്ല. മൂപ്പരാണെങ്കിൽ മലയാളം അല്ലാണ്ട് ഒരു ഭാഷ സംസാരിക്കുകയില്ല. ഞാൻ ആകെ ടെൻഷനായി നിൽക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോ വന്ന്. അപ്പൊ കാണാണ്ടായപ്പോ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അതിന്റെ ഏതോ ഒരു അണ്ടർഗ്രൗണ്ടിലാണ്, അവിടെ റേഞ്ച് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ എന്ത് വേണേച്ചു അലല്ലാഹി വഹുവ ഹസ്ബുഹു, അള്ളാഹു ഉണ്ട് കൂടെ, അള്ളാഹു സഹായിക്കും എന്നുള്ള ഒരു ധൈര്യത്തിൽ അവിടെ ഇരുന്നു കുറെ 1/4 മണിക്കൂറോളം. അപ്പൊ അങ്ങനെ ഓരോ അവസരം വരുമ്പോഴും നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യലാണ് കുറേ ബുദ്ധിമുട്ട്. ഇങ്ങനത്തെ എന്ത് വിഷമഘട്ടം വരുമ്പോഴും ഉദാഹരണമായിട്ട് നമ്മൾ സ്കൂട്ടറോ ഒരു കാറോ നിർത്തി വരികയാണ്, അല്ലെങ്കിൽ വീട് ലോക്ക് ചെയ്ത് വരികയാണ് അല്ലെ, അപ്പോഴൊക്കെ നമ്മൾ എന്നൊരു ദുആ ഉണ്ട്. ആ ദുആ എന്താണ്, വീട്ടുകാർ നമ്മൾ പുറത്തു പോകുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദുആ. പക്ഷെ ഞാൻ ഇറങ്ങുമ്പോഴും പ്രാർത്ഥിക്കും. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ എല്ലാം ഏൽപ്പിച്ചത് കാത്തു രക്ഷിക്കുന്നതായ അള്ളാഹുവിനെ ഞാൻ എന്റെ വീടും എന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങാറ്. ഒരു ദിവസം അതുപോലെ ഞാൻ താക്കോലെടുത്ത് വീട് പൂട്ടി പുറത്തിറങ്ങിയതാണ്. പുറത്തിറങ്ങിയപ്പോ സോക്സ് എടുക്കാൻ എന്തോ മറന്നുപോയി, താക്കോലെടുത്ത് തുറന്ന് അകത്ത് കയറി. പിന്നെ ഇറങ്ങുമ്പോൾ താക്കോല് ഡോർമല് വെച്ച് വാതില് ശരിക്കും അടയ്ക്കാണ്ട് ഒരു ഹാഫ് പോസ്റ്റിൽ അടച്ചവിടെ വെച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു. 5-6 മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെല്ലുന്നു. 9 മണിക്ക് പോയിട്ട് 1 മണി 2 മണിയൊക്കെയായി. പടച്ചമ്പുരാനെ വാതിലിങ്ങനെ തുറന്ന പോലെ കിടക്കുന്ന താക്കോലും ഉണ്ടായി, എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ. ഞാൻ അങ്ങനെ ബേജാറായിട്ട് നിന്നോട്, ഒരാളും ഇല്ല, കുട്ടികളൊന്നുമില്ല. അപ്പൊ കേറി നോക്കുമ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല. വേറെ രസം എന്താ വെച്ചാൽ ഗേറ്റ് വരെ തുറന്ന്, ഞാൻ ഗേറ്റ് അടച്ചിട്ടാ പോയത്, പക്ഷെ ഗേറ്റ് വരെ തുറന്ന് കിടക്കുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുക ഈ ദുആന്റെ ഒരു ഫലം, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ദുആ എന്ന് പറയുന്ന ചില്ലറല്ല അല്ലെ. അപ്പൊ ആ ദുആന്റെ ഒരു ഫലം ഞാൻ എല്ലായിടത്തിലും വന്ന് നോക്കി, ഒന്നും സംഭവിച്ചിട്ട് എല്ലാ പേഴ്സും അലമാരിയും കട്ടിലൊക്കെ അതുപോലെ കിടക്കുന്ന. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് അള്ളാഹു. അപ്പൊ ഈ ദുആക്കെ ചെല്ലുമ്പോൾ ഞാൻ സിൻസിയറായിട്ടാ ചെല്ലുക. അതുപോലെ വാഹനത്തിൽ കയറുന്ന ഒരു ദുആ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞെടുത്ത ഒരു ദുആണ്. അത് അള്ളാഹു ഇഷ്ടപ്പെടും, അള്ളാഹു പുഞ്ചിരിക്കുന്ന ദുആണെന്ന് പറയും. അപ്പൊ ആ ദുആകളൊക്കെ ചെല്ലുമ്പോൾ ഞാൻ എന്റെ ഇന്റേണൽ മീനിങ് ഇതിന്റെയൊക്കെ പിന്നെ ഹദീസ് പശ്ചാത്തലം സബബുൻ നുസൂൽ ആലോചിച്ചിട്ടാണ് ചെയ്യല്. ഇന്ന സമയത്തിൽ ഇന്ന സ്വഹാബിക്ക് പിന്നെ കുതിരപ്പുറത്ത് കേടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ അറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അതിന്റെ ഫളായിലുണ്ട്, നിങ്ങൾക്ക് അറിയാലോ, എന്റെ ബുക്ക് വായിക്കുമ്പോൾ അല്ലെ, ഓരോ ദുആക്കും അതിന്റെ സബബുൻ നുസൂൽ, അതിന്റെ ആവശ്യകത, അത് എന്ത് കാര്യത്തിനൊന്നും കൂടെ ഉള്ളത് മെൻഷൻ ചെയ്യും. എന്നിട്ട് ഞാൻ തന്നെ എനിക്ക് അന്ന് രാത്രി കിടന്നിട്ട് വരെ ഉറക്കില്ല. ഇന്നൊരു 5-10 മിനിറ്റ് മുമ്പ് ഹസ്ബൻഡ് വീട്ടിൽ കയറിയാണെങ്കിൽ ഗുലുമാലിന്റെ അപ്പീസ് ആവേനും. അപ്പൊ ഒന്നും കൂടെ ശ്രദ്ധിക്കാനുള്ള ഒരു ഇതായിപ്പോയി.
അല്ലെ. പിന്നെ ഇനി എപ്പോഴെങ്കിലും പോകുമ്പൊക്കെ വാതിൽ അടച്ചോ എന്ന് നോക്കാനുള്ള, അത് അടച്ചിട്ടില്ലെങ്കിൽ സാരില്ല, ചാരിട്ടതാണ്, ആരും വരൂല. താക്കോൽ അയിമിൽ വെച്ച് ലേശം തുറന്നും വെച്ച രീതിയിൽ ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പൊ അതാണ് പറയുന്നത്, എല്ലാ അവസ്ഥയിലും തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്ന് പറയുന്നതാണ്. അള്ളാഹു നമ്മൾ തവക്കുൽ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളെ സംരക്ഷിക്കൊണ്ട്. അപ്പൊ അങ്ങനെ ഓരോ അവസ്ഥയിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഓരോ അവസരം വരുമ്പോ, ഇപ്പൊ എയർപോർട്ടിൽ നിന്നൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ തന്നെ ഞാനിങ്ങനെ ടെൻഷൻ ആകുന്നുണ്ടല്ലോ. മൂപ്പർക്കൊന്നും പറയാനായി അറിയില്ലാലോ, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒന്നും ചോദിച്ചാൽ എന്താക്കും എന്താ. പിന്നെ വെച്ചോ മനെ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്, അള്ളാഹു ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം അല്ലെ. സയഹ്ദിയനി റബ്ബി സയൻസുറുനി റബ്ബി സയഹ്ഫളനി റബ്ബി സയൻ യുൻഫിഖൂനി അല്ല എന്താണ്, പിന്നെ സയൻസുറൂനി റബ്ബി, അതായത് അങ്ങനത്തെ ഒരു വിശ്വാസം അല്ലെ. എന്നെ അള്ളാഹു സഹായിക്കും, എനിക്ക് അള്ളാഹു സന്മാർഗം കാട്ടിത്തരും, എന്നെ പിന്നെ സംരക്ഷിക്കും എന്നുള്ള ഈ ഒരു ധൈര്യത്തിൽ ഇരുന്ന് അവിടെ ഡോൺ വെറി ബി ഹാപ്പി എന്നും പറഞ്ഞ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്പൊ ഇതൊക്കെ പറഞ്ഞതിൽ നിന്നും ഏറ്റവും മനസ്സിലാക്കേണ്ടത് വെച്ചാല് തവക്കുല് പറഞ്ഞ്, സത്യസന്ധത പറഞ്ഞ്, തഖ്വ പറഞ്ഞ് അല്ലെ. എല്ലാ കാര്യങ്ങളും മുത്തഖീങ്ങളുടെ സ്വഭാവങ്ങൾ തന്നെയാണ് എന്തിന്, ബറക്കത്തിന് നിദാനമായിട്ടുള്ളത്. പിന്നെ ഹജ്ജ് ഉംറകൾ വർദ്ധിപ്പിക്കുക, അത് നമുക്ക് ബറക്കത്ത് കൂടും. അതായത് പിന്നെ ഹജ്ജിന്റെ ഉംറക്കൊക്കെ നാം ചെലവഴിക്കുന്ന പൈസ നഷ്ടപ്പെടുകയില്ല, അത് തിരിച്ചു ലഭിക്കും എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലരൊക്കെ ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഹജ്ജേ ചെയ്തിട്ടുള്ളൂ എന്ന് വാശി പിടിച്ച് ഒരു ഹജ്ജ് മാത്രം ചെയ്തിരിക്കും അല്ലെ. അങ്ങനെയല്ല, ഹജ്ജ് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും ചെയ്യാം. കാരണം വീണ്ടും വീണ്ടും നമ്മൾ പാപങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ കുടുംബ ബന്ധം പുലർത്തൽ, സിലത്തുർ റഹിമ അല്ലെ, അത് ഏറ്റവും നല്ലതാണ്. പിന്നെ കുടുംബ ബന്ധം പുലർത്തുന്ന, അതായത് കുടുംബ ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ അവനെ അവഗണിച്ച് ഒരു മുസ്ലിം, നമ്മളിപ്പോ മുജാഹിദ് ഗ്രൂപ്പിലാണ്, ആ ഗ്രൂപ്പിലെ VIP-കളെ മാത്രം നോക്കിയില്ലേ, പൈസക്കാരെ മാത്രം തെരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂട്ടക്കാരെ അകറ്റി നമ്മളെ സ്വന്തം കുടുംബക്കാരെ മാത്രം ഇതാക്കി അങ്ങനത്തെ ഒരു ബന്ധം പുലർത്തലല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംഘടനയിൽപ്പെട്ടവരെയും അല്ലാത്തവരെയും, നമ്മുടെ കുടുംബക്കാരെയും, ഇനി ഭർത്താവിന്റെ വീട്ടുകാരായാലും സ്വന്തം കൂട്ടുകാരായാലും സ്വന്തം കൂട്ടുകാരായാലും എല്ലാവരും ഒരേ ലെവലിൽ നമ്മൾ സ്നേഹിച്ചു കൊണ്ട് നടക്കുക അല്ലെ. അതല്ലാണ്ട് നമ്മൾ തെരഞ്ഞെടുത്തൊരു കാറ്റഗറി ഉള്ള ആൾക്കാരെ മാത്രം ഇഷ്ടപ്പെടുക, അവരോട് മാത്രം കൂട്ടുകൂടുക, അതൊന്നും നല്ലല്ല അല്ലെ. അതിലൊക്കെ ഹൈറും ബർക്കത്തും ഉണ്ട് അല്ലെ. സിലത്തുർ റഹിമ, സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, ആയുസ്സിൽ വർധനവുണ്ടാവില്ലേ. നമുക്ക് ആയുസ് വർദ്ധിപ്പിക്കണമെങ്കിൽ സിലത്തുർ റഹ്മ അല്ലെ. മെംസിൽ 10,000 ഉറുപ്പ്യന്റെ അല്ലെങ്കിൽ ഇത്രേ പോയി 50,000 ഉറുപ്പ്യന്റെ ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുന്നതിലും ആയുസ് ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്, സിലത്തുർ റഹിമ. സിലത്തുർ റഹിമ പറയുമ്പോൾ വേറെയും പല കാര്യങ്ങൾ അതിനോട് അറ്റാച്ച് ചെയ്ത് പറയേണ്ടതുണ്ട്. കാരണം അത്രക്ക് ടഫസ്റ്റ് ആണ് ഇപ്പൊ ബന്ധങ്ങളെ കൂട്ടി സ്മൂത്താക്കി കൊണ്ട് നടക്കാന്ന് പറയുന്നത്. പിന്നീട് ഒരിക്കലും പറയാം. സദഖാത്തു ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ കൊടുക്കലും അതും വളരെ ഒരു നല്ല കാര്യമാണ് അല്ലെ. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം മറബിതാത്ത വിളിച്ചു പറഞ്ഞു, കുറേ ഫാമിലി ജീവിക്കുന്ന ഒരു മല പ്രദേശം പോലത്തെ ഒരു സ്ഥലത്ത് ഒരു കിണർ വേണം, ആരോ വന്ന് നോക്കിയിട്ട് 1,00,000 സംതിങ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് കിണറിന്. നമ്മൾ എന്താക്കും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് നോമ്പടുപ്പിച്ച് എല്ലാവരും ഓരോ 1,000 ഉറുപ്പ്യ കിട്ടിയാൽ 1,00,000 സംതിങ് ആവുമല്ലോ. നോമ്പ് അടുപ്പിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ നല്ല വേനലാണല്ലോ, കിണർ കുഴിക്കാനും എളുപ്പമാണല്ലോ. ഒരു ഫാമിലിക്കൊക്കെ 60ഉം 70ഉം കൊടുത്ത് കുഴിക്കുന്നതിൽ ഒരുപാട് ഫാമിലികളിൽ പിന്നെ 1,00,000 കൊടുത്ത് കുഴിച്ചാൽ എത്ര ഉപകാരപ്രദമാണ്. അവര് ഓരോ ബക്കറ്റ് വെള്ളം മുക്കുമ്പോഴും നമുക്ക് വേണ്ടി ആ ദുആ കിട്ടുമല്ലോ അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് നോമ്പ് അടുപ്പിച്ച കിണറിന് വേണ്ടിയിട്ടൊന്ന് സ്വതക്ക പിരിവിന് ഇറങ്ങി നോക്കാം, കിട്ടാതിരിക്കില്ല അല്ലെ. സത്യവിശ്വാസികളായ ആളുകൾ അതും ഏറ്റവും നല്ല സ്വതക്ക ഏതാണ്? 2 കാര്യങ്ങളാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒന്ന് വെള്ളത്തിന്റെ സ്വതക്ക, വെള്ളം കൊടുക്കുന്നത് ഭയങ്കര. ഇപ്പൊ ഈ അടുത്ത് ഞാന് ഒരു മറ്റേ ഇതുണ്ടല്ലോ, രോഹിംഗ്യൻസും മറ്റേ ഫലസ്തീനിലൊക്കെ ചെയ്യുന്ന ഒരു റിഫൈ ഡോക്ടറായിട്ട് ഭയങ്കര കണക്ഷനാണ്. അയാൾക്ക് ഞാൻ കുറെ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അയാൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ഫലസ്തീനിലെ കുട്ടിയൊക്കെ വെള്ളത്തിന് വിദ്യാഭ്യാസത്തിനൊക്കെ ചോദിച്ചാൽ കൊടുക്കലുണ്ട്. അപ്പൊ അന്ന് പറയുന്ന ഏറ്റവും വലിയ സ്വതക്ക പിന്നെ വെള്ളത്തിന്റെ സ്വതക്കയാണ്. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഒന്ന് കൂട്ടി മുക്കി കഴിഞ്ഞാല് ഒരു കിണർ വയ്ക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അതൊരു ജാരിയായ സ്വതക്കയാണല്ലോ. വെറും 1000 രൂപ എടുത്താൽ മതി. ഉള്ളവരില്ലാത്തോല് 500 100 എടുത്താലും അത് അങ്ങ് ഒത്തുപോകും അല്ലെ. അങ്ങനെ പല കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടിട്ട് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ വലിയ സദക്ക ഏതാ? രണ്ടാമത്തെ ഏറ്റവും വലിയ സദക്ക ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ ഒരു ഇണയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഉരുള ചോറാണ് അല്ലെ. അതിപ്പോ നമുക്കൊന്നും കിട്ടാറില്ല അല്ലെ.
പിന്നെ കപ്പിൾസ് ഒക്കെ കൊടുക്കേക്കും. അപ്പൊ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാന്നുണ്ട്, വാക്കുകൾ ഇല്ലേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാക്കുകളിൽ ശ്രദ്ധിക്കുക അല്ലെ. നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്തതായിരിക്കും, അവരാണെങ്കിൽ നമ്മൾ ഇടങ്ങാറാക്കുന്ന രീതിയിൽ ചോദിക്കുകയും ചെയ്യില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 4 പ്രാവശ്യം ഒക്കെ ചോദിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്താക്കുക, ചിലപ്പോ ഫോണ് കട്ട് ചെയ്താളോ അല്ലെങ്കിൽ മറുപടി കൊടുക്കാണ്ട് നിൽക്കുക. അപ്പൊ വാക്കുകളും നമ്മൾ ഒരുപാട് മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. പിന്നെ തഹജ്ജുദ് നമസ്കാര സമയത്ത് എഴുന്നേറ്റ് ചെല്ലുന്ന ദിക്റുകൾക്കെല്ലാം അല്ലെ, അള്ളാഹു ഒരുപാട് അനുഗ്രഹം ചൊരിയുന്ന ദിക്റുകളാണ്. അതായത് ഇഷ്റാഖ് സമയം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് തഹജ്ജുദ് സമയം. ഈ സമയത്ത് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കാതിരിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ബർക്കത്ത് ലഭിക്കണമെങ്കിലും ഒരുപാട് കടങ്ങളുള്ളവരും വീട്ടിന്റെ പിന്നെ വാടക കൊടുക്കാൻ പറ്റാത്തവരും പിന്നെ കുട്ടികളൊക്കെ സന്മാർഗത്തിൽ നിന്ന് വഴിവഴച്ചു പോയവരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലർ പറയുന്നേക്കാം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അത് സാധിച്ചു കിട്ടിന്ന്. അപ്പൊ ഇഷ്റാഖ് നമസ്കാരം പോലെ തന്നെ ഒരു മഹത്തായ ഔദാര്യമേറിയ ഫളിലേറിയ സമാൻ അല്ലെ. വമൻ യദൂനി യസ്തജിബ് ലക്കും വമൻ യസ്അലൂനി ഫൗതിയാഹു ഫമൻ യസ്തഗ്ഫിറൂനി ഫഗ്ഫിർ ലഹു എന്നാ പറഞ്ഞത് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു തആല ആകാശലോകത്തുനിന്ന് പറയാ, ആരെന്നോട് ചോദിക്കുന്നു ഞാൻ അവന് നൽകും അല്ലെ. ആരെങ്കിലും ഒന്ന് ദുആ ചെയ്താൽ അവനത് സാധിപ്പിച്ചു കൊടുക്കും. പിന്നാണെങ്കിലോ അവന് പാപമോചനം തേടിയാ പാപമോചനവും കൊടുക്കും. ഇതൊക്കെ കിട്ടിയാ പോരെ അല്ലെ. വമാലിഹി വവലദിഹി വറിസ്ഖിഹി എല്ലാത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല അവന് ബർക്കത്ത് നൽകും അല്ലെ. പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരവസ്ഥ നമുക്ക് ഏതെങ്കിലും ഒരു ഹൈറായ അവസ്ഥ കാണുകയാണെങ്കിൽ മാഷാ അല്ലാഹ് അല്ലെ, തബാറക്കല്ലാഹ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അതായത് അതിന്റെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ, നമുക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മൾ മാഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ അതായത് ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് വേണം പറയാൻ അല്ലെ. അതായത് തബാറക്കല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹീതമായ ആകാശം, ഭൂമി, ലാൻഡ്സ്കേപ്പ്, ഭംഗിയുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്രകാരം പറയാം അല്ലേ. പിന്നെ തബാറക്കല്ലാഹ് അഹ്സനുൽ ഖാലിഖീൻ, അല്ലാഹു സുബ്ഹാനഹു തആലനെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു തആല ഒരു അഹ്സനുൽ ഖാലിഖീൻ ഏറ്റവും നല്ല സൃഷ്ടാവാണ് അല്ലേ. അപ്പൊ നമ്മൾ അതിനൊരു കഥ തന്നെ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പറയും കണ്ണേറ് ഉണ്ടാവൂല, കണ്ണേറ് പറ്റൂല എന്നൊക്കെ. ഇന്ന അയിനുൽ ഹഖ് എന്ന് തന്നെ പറയുന്നുണ്ട്. ഒരിക്കലും സഅദ് റളിയല്ലാഹു കുളിച്ച് നിൽക്കുമ്പോ ഭയങ്കര സുന്ദരനായിരുന്നു, നല്ല സ്റ്റൈലാ കാണാൻ. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഉംറക്ക് ഹജ്ജിനൊക്കെ പോയവർക്ക് അറബിക്കുള്ള ഭംഗിയെ കുറിച്ച് പറയേണ്ട ഇല്ലാലോ അല്ലെ. പ്രത്യേക സ്റ്റൈൽ, അവരെ കാലിന്റെ മടമ്പ് വരെ പെണ്ണുങ്ങളെ കാല് പോലെ ഇരിക്കും, അത്രക്ക് സ്റ്റൈലായിരിക്കും. കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ സമീപത്ത് കൂടെ ആരോ ഒന്ന് നടന്നു പോയി. അപ്പൊ അയാൾ മനസ്സിൽ വിചാരിച്ചതോ എന്തൊരു ഭംഗിയാണ് ഇങ്ങനെ വിചാരിച്ചോ അല്ലെ. തത്സമയം അദ്ദേഹം ബോധം കെട്ട് വീണെന്നാ പറഞ്ഞത്. അങ്ങനെ അപ്പം നമുക്ക് ഇവിടെ ബോധം കെട്ട് വീണ വേഗം ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകും. അപ്പൊ ഇവര് വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ് പോയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരെങ്കിലും പോയിരുന്നോ, ആരെങ്കിലും കണ്ടിരുന്നോ എന്നാ ചോദിച്ചത് അല്ലേ. അപ്പം പറഞ്ഞ അങ്ങനെ ഏതോ ഒരു സഹാബിന്റെ പേര് ആമിർ ഇബ്നു റബീ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കണ്ടിരുന്നു, എന്തോ കുളിക്കുമ്പോ അതിന് പറയുകയും ചെയ്തിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ കൊണ്ട് ആരെയും കൊല്ലാതിരിക്കുക അല്ലേ. അപ്പം നമ്മൾ ആർക്കെങ്കിലൊക്കെ അനുഗ്രഹം കാണാൽ ആർക്കെങ്കിലും ഒരു അനുഭവം കണ്ടാൽ അതിന് ബർക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അവന് ദുആ ചെയ്യണം. നമ്മുടെ സഹോദരന്മാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അനുഗ്രഹം കണ്ടാൽ എന്താണല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നീട്ടി വലിച്ച് പറയുന്നതിന് മുമ്പ് അവർക്ക് ബർക്കത്തിന് ബാറക്കല്ലാഹു ഫീക്ക് ബാറക്കല്ലാഹു ഫീക്കും, അങ്ങനെ എന്തെങ്കിലും പെണ്ണുങ്ങളാണെങ്കിൽ ഫീക്ക് അങ്ങനെ പറയാം അല്ലേ. അപ്പം ഒരിക്കലും തന്നെ നമ്മൾ ഇങ്ങനെ കണ്ണ് ഇടുന്ന രീതിയിൽ സംസാരിക്കരുത്. ചില ആളുകൾ പറഞ്ഞാൽ അങ്ങനെ. അപ്പൊ ആമിർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയ ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അല്ലേ. അതല്ല, അങ്ങനത്തെ ഒക്കെ ഒരാളെ അസൂയ തോന്നിക്കുന്ന രീതിയിൽ പെരുമാറുന്നതിനെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഹത്തിലും പരത്തിലും അനുഗ്രഹം ചൊരിയുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിപ്പോ ഈ പറഞ്ഞതിലൊക്കെ തന്നെ ഒരു സത്യവിശ്വാസിയുടെ ക്വാളിറ്റികളൊക്കെയാണ് പറയുന്നത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം, സത്യം പറയണം. സത്യം പറയൽ ആലോചിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. അതൊരു ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു
ഒരു സ്വഭാവം വേറെ ഇല്ല എന്ന് വേണം പറയാൻ. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അത് കൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ സിലത്തുർ റഹിമ അല്ലെ, കുടുംബ ബന്ധം പുലർത്താത്തവരെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന്റെ മണം പോയിട്ട് 3 ദിവസം കഴിഞ്ഞ അയാളെ ഇബാദത്തുകളൊന്നും അള്ളാഹുവിലേക്ക് എടുക്കൂല. പിന്നെന്ത് സ്വർഗം? നമ്മളെ അമലൊക്കെ കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിണക്കുണ്ടാക്കി നടക്കുന്നോലോ കൃത്യമായിട്ട് നിസ്കരിക്കുക, ഹജ്ജിന് പോവുകയൊക്കെ ചെയ്യും. നാളെ ഒരാൾ പറയുന്നിട്ടിക്കണ ഉമ്മയോട് പണിങ്ങിട്ട് ഹജ്ജിന് പോയി. അതൊക്കെ എന്താ ഹജ്ജാണാവോ? അള്ളാഹു സുബ്ഹാനഹു വതആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ അല്ലേ. പിന്നെ അള്ളാഹുവിന്റെ സദഖത്തും ഫീ സബീലിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നെ സദക്ക ചെയ്യല്, തഹജ്ജുദ് നമസ്കരിക്കല്, ഇശ്റാഖ് സമയത്ത് ഇരുന്നിട്ട് ഓതുക, നിസ്കരിക്കുക, ദിക്റെടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെ. പിന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടെങ്കിൽ അനുഗ്രഹം കണ്ടാൽ അവർക്ക് അനുഗ്രഹത്തിനല്ല, നല്ല അത്ഭുതമുള്ള എന്തെങ്കിലും കണ്ടാൽ അവർക്ക് അനുഗ്രഹത്തിന് വേണ്ടി ദുആ ചെയ്യൽ, അതുപോലെ നമ്മളിലും നമ്മളെ കുടുംബാംഗങ്ങളിലും ഒക്കെ അല്ലെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചൊരിയുവാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രാർത്ഥനകളും ഇങ്ങനത്തെ പ്രവർത്തനങ്ങളും നമുക്കില്ല എന്ന് വെച്ചാൽ എത്ര കിട്ടിയിട്ടും തെയ്യുന്നില്ല. പിന്നെ വേറൊരു വിഷയം കൂടെ ഉണ്ട് കേട്ടോ. ചിലരൊക്കെ എന്ന് പറയുന്നത്, അതായത് സൈക്കോളജിക്കലി പറയുന്നേക്ക പ്രോബ്ലം ഓറിയന്റഡും സൊല്യൂഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് ആളുകളുണ്ട്. അതായത് ചിലരെപ്പോഴും അവരുടെ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പോലെ. അപ്പം അവരെന്താവെന്ന് വെച്ചാൽ പരാതികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് ഒരു പരാതി തീരുമ്പോൾ വേറൊരു പരാതി വേറെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലരാണെങ്കിലോ അവര് സൊല്യൂഷന്റെ പിന്നാലെ പോകുകയല്ലാണ്ട് ആരെ കാണുമ്പോഴേ എന്തുണ്ട് വിശേഷം, അൽഹംദുലില്ലാ റാഹത്ത് എന്നേ പറയുള്ളൂ അല്ലെ. പരാതികൾ ഉണ്ടെങ്കിലും അതൊരു പരാതിയായിട്ടോ രോഗമായിട്ടോ ഒന്നും പറയാറില്ല അല്ലെ. ചില ആളുകൾ നിങ്ങൾക്കറിയാം, നമ്മൾ കാണുമ്പോൾ തന്നെ അവരെ കണ്ട് സലാം ചെല്ലുന്നതിന് മുമ്പ് അവരെ അസുഖങ്ങളെ കുറിച്ചായിരിക്കും പറയുക അല്ലെ. ചിലർ എന്ത് അസുഖങ്ങൾ ഉണ്ടെങ്കിലും പറയൂല, ചോദിച്ചാൽ മാത്രമേ പറയുള്ളൂ. അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് സിയാദത്ത് വർധനവുണ്ടാവും. നല്ലത് പറയുകയാണെങ്കിൽ നല്ലത് വർദ്ധിക്കും, അതല്ല പരാതികളാണെങ്കിൽ പരാതി വർദ്ധിക്കും, രോഗമാണെങ്കിൽ രോഗം അല്ലെ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അള്ളാഹു തന്നിട്ടുള്ള ഓരോ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ടോയ്ലറ്റിൽ പോയി വന്നാലും ഒരു കിച്ചണിൽ പോയി ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ അല്ലാ ഗ്യാസ് ഉണ്ടായിട്ട്, ഗ്യാസിന് അടുപ്പുണ്ടായിട്ട്, ഒരു കിച്ചൺ ഉണ്ടായിട്ടില്ലേ. ഇപ്പൊ ഞാനിപ്പോ ബോംബെയിലൊക്കെ പോയി നിന്ന് വന്നിട്ട് ഓരോ വീടിന്റെ ഒരു അവസ്ഥ പറയാം. നമ്മളൊരു ഹാള് എന്ന് പറയുന്ന അതിന്റെ പകുതി സ്ഥലത്തായിരിക്കും ഉമ്മയും ബാപ്പയും മക്കളും, പിന്നെ വിറകുണ്ടാവില്ല, ഗ്യാസ് അടുപ്പ് കത്തിക്കലും, പിന്നെ മകളെ ഭർത്താവ് താമസിക്കാൻ വന്ന അയാളുണ്ടാവും, മകന്റെ ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടാവും, അച്ഛനും അമ്മയും ഉണ്ടാവും. എവിടെയാണ് അവിടെ ഒരു പ്രൈവസിയിലെ ഒരു ഭാര്യ ഭർത്താവും കിടക്കുന്നതിന് ഒരു അടിച്ചുറപ്പ് വേണ്ട, അതിനൊന്നുള്ള സ്പേസ് അവിടെ ഇല്ല. അതിന് മാത്രം കോടിക്കണക്കിനാണ് അവിടുത്തെ വീടിന്റെ ഫ്ലാറ്റിന്റെ ഒക്കെ വില. അപ്പൊ അത്രയൊക്കെ ഉള്ളും താമസിക്കുക. ഒരൊറ്റ ടോയ്ലറ്റ് ആയിരിക്കും. അപ്പൊ നമുക്കൊക്കെ 4ഉം 5ഉം ടോയ്ലറ്റ് ഉണ്ടായാൽ തന്നെ പ്രശ്നമാണ് ഇല്ലേ. അതൊരൊറ്റ ടോയ്ലറ്റ് ആണ്. ഒറ്റ ടൈമിൽ ഒരാൾ കുളിക്കുമ്പോൾ ഒറ്റയാൾക്ക് ടോയ്ലറ്റ് പോകണമെങ്കിൽ എന്താ ചെയ്യലേ. അപ്പൊ നമ്മളെ കേരളത്തിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാടാണ് അല്ലേ. നല്ല പച്ചിപ്പുണ്ട്, മരങ്ങളുണ്ട്, ഒരു 2-3 കുട്ടികളാകുമ്പോഴത്തേക്കും നമ്മൾ തറവാട്ടിൽ സൗകര്യം ഉണ്ടെങ്കിലും മാളിക മുകളിൽ അറകളുണ്ടെങ്കിലും നമ്മൾ വേറെ മാറി താമസിക്കുന്നു. അൽഹംദുലില്ലാ നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ ഇങ്ങനത്തെ ചേരി പ്രദേശത്തൊക്കെ പോണം അല്ലേ. അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്നെന്നും ബർക്കത്തുകൾ എന്നെന്നും നിലനിർത്തി തരണമേ റബ്ബേ. ഹത്തിലും പരത്തിലും ബർക്കത്ത് ചൊരിയുന്ന സത്യവിശ്വാസികളുടെ എല്ലാ ഗുണങ്ങളും